ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഉള്ളത് എല്ലാ ബി.ഫാം വെച്ചാൽ ബി.ഫാം 4th ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഇത് ഞാൻ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പഠിക്കുമ്പോൾ കൂടെ പഠിക്കാനുള്ള എനിക്ക് തന്നെ പഠിക്കാനുള്ള മോട്ടിവേഷന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് തന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് 4th ഇയേഴ്സിൻ്റെ വീഡിയോ കാണാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൽപ്പെട്ട ബി.ഫാമാണ്. പഠിക്കുന്നത് മാംഗ്ലൂരാണ്. പിന്നെ 4th ഇയറിൽ തന്നെ 7th സെം ശ്രദ്ധിക്കണം. ഞാനിതിൽ പഠിക്കാൻ പോകുന്നത് IP ഇൻഡസ്ട്രിയൽ ഫാർമസി 2 7th സെമ്മിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ ഫാർമസി 2. ഇതിൽ 5 യൂണിറ്റ് ഉണ്ട്, 1 to 5 5 യൂണിറ്റ് വരെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 5 യൂണിറ്റുകളിൽ ക്വസ്റ്റ്യൻസ് മെയിൻലി ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പാസ്സാണെങ്കിൽ ഞങ്ങൾ സിലബസ് മൊത്തം പഠിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊത്തം ഒരു 2026 ആണെങ്കിൽ ഒരു 4 വർഷം ഇല്ലെങ്കിൽ 5 വർഷം മുമ്പ് വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് ക്ഷമയോടെ കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റൂ. ജസ്റ്റ് ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ സപ്ലിയും പെടണം, മറ്റതും പെടണം. ഓക്കെ, എല്ലാം പെടണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പഠിക്കുമ്പോൾ 4th ഇയർ ഏതായാലും പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. ആദ്യം എന്ത് ചെയ്യാം, ഈ യൂണിറ്റ് 1 to യൂണിറ്റ് 5 വരെയുള്ള സിലബസ് ഉണ്ടാവുമല്ലോ. ആ സിലബസ് ഇങ്ങനെ നമ്മൾ സിലബസിൽ PDF ഡൗൺലോഡ് ചെയ്യാം. ടോട്ടൽ ബി.ഫാമിൻ്റെ സിലബസ്. അതിൽ ഈ സിലബസ് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 5 വരെ ഒരു പേപ്പറിൽ സിലബസ് മൊത്തം അതിൻ്റെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എഴുതാം. എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ PDF എടുക്കാം. എന്നിട്ട് യൂണിറ്റ് 1 10 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്സിന് ക്വസ്റ്റ്യൻ, 2 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10 മാർക്സിന് 3 ക്വസ്റ്റ്യൻ, അതിൽ 1 ഓറ്, 5 മാർക്സിന് സംതിങ് 8-9 ക്വസ്റ്റ്യൻ, അതിൽ 50 ക്വസ്റ്റ്യൻ, അതിൽ 7 എണ്ണം ചെയ്യണം. പിന്നെ 2 മാർക്സിന് 10 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 100 മാർക്ക്. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് എക്സാം. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കുക. ആദ്യം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് 1 വരുന്നത് മാർക്കാക്കുക. അങ്ങനെ എല്ലാ ഇയറിൻ്റെയും ചെക്ക് ചെയ്ത് ആ ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട്. ഞാനിതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ IP യൂണിറ്റ് 1ൻ്റെ സിലബസ് കോപ്പി, പൈലറ്റ് പ്ലാൻ, സ്കെയിൽ ടെക്നിക്, പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ടോപ്പിക്ക് മെയിനായിട്ട് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒടിച്ചു വിടുക, എല്ലാം എഴുതി വെക്കണം. ഇതിൻ്റെ ആവശ്യം എന്താ പിന്നെ നിങ്ങൾ മനസ്സിലാവും. യൂണിറ്റ് 2 ഇതൊക്കെ നെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഫുൾ മൊത്തം സിലബസ് കോപ്പി PDF ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ യൂണിറ്റ് 4, യൂണിറ്റ് 5 മനസ്സിലായില്ലേ? ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് റെഡിയാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഓരോ ഇയറിൻ്റെ നോക്കുക. ക്വസ്റ്റ്യൻസ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1 നിന്ന് വരുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോട്ടോകോൾ ഫോർ പൈലറ്റ് സ്കെയിൽ അപ്പ് ഫോർ ടാബ്ലറ്റ് പ്രൊഡക്ഷൻ, പൈലറ്റ് സ്കെയിൽ, പിന്നെ എക്സ്പ്ലെയിൻ ഹൗ മാസ്റ്റർ റെക്കോർഡ്സ്. അങ്ങനെ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഇയറിൽ വന്നിട്ടുണ്ട് അതൊക്കെ എഴുതിയേക്കുക. അത് ഏതൊക്കെ യൂണിറ്റാണ്
എന്നൊക്കെ മനസ്സിലാക്കുക. ഏതൊക്കെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് ഞാനിവിടെ എഴുതാൻ പറഞ്ഞത്. ഈ സിലബസ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നത് ഏത് യൂണിറ്റ്, അതിലുള്ള കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഏത് യൂണിറ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ ക്ലാസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യൂണിറ്റ് 1 നിന്നുള്ളത്, യൂണിറ്റ് 2 എന്നുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു യൂണിറ്റ് 1 നിന്ന് ആദ്യം വരുന്ന ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ പ്രോട്ടോകോൾ ഫോർ പൈലറ്റ് സ്കെയിൽ അപ്പ് ഫോർ ടാബ്ലറ്റ് പ്രൊഡക്ഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതാം, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനായി നമുക്ക് ഏതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ കിട്ടും, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വൈസായിട്ട് പഠിച്ചുകൊണ്ട് വരാം. പഠിക്കുന്നതിനനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യന് വേറൊരു ടിക്ക് ഇട്ടാൽ നമുക്ക് ലാസ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും കോൺഫിഡൻസും കിട്ടും. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോക്കാം, ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന വിധത്തിനൊരു വേറെ സെറ്റപ്പ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.